ഞാൻ വർക്ക് ചെയ്ത കമ്പനി ഭയങ്കര എത്തിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്ന കമ്പനിയാണ്. പക്ഷേ ഞാൻ ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒന്നുമല്ലാത്ത ഒരുപാട് അൺഎത്തിക്കൽ കമ്പനികൾ പ്രവർത്തിക്കുന്നത് കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. അവിശ്വസനീയമായ രീതിയിലുള്ള കറപ്ഷൻ അതിനകത്ത് കണ്ട് ഞെട്ടിത്തരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് കണ്ട പല കമ്പനികളിലെ ആളുകളുടെ കാഴ്ചകൾ, നേരിട്ട് കണ്ട രംഗങ്ങൾ അതുപോലെ തന്നെ എങ്ങനെയാണോ ഞാൻ കണ്ടത് അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യാൻ സത്യത്തിൽ ഫാർമയിൽ സാധിച്ചിട്ടുണ്ട്. അത് ഇതിൽ എന്തൊക്കെയുണ്ടെന്നൊന്നും വീരവാദം ഒന്നും പറയുന്നില്ല, പക്ഷേ സത്യസന്ധതയുണ്ട്. കണ്ടത് അതുപോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പറയാൻ ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ട്. ചങ്കുറ്റമാണെന്ന് ഞാൻ കരുതുന്നില്ല, അതിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഞാനൊരു മാധ്യമ പ്രവർത്തകനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു നാടക പ്രവർത്തകനാണ്. അപ്പോൾ നാടകമാണ് എൻ്റെ, തിയേറ്ററാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അത് ചങ്കൂറ്റം എന്നുള്ളതിനേക്കാൾ ഉപരി അതിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിൽ പിന്നീടുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ നാട്ടിൽ നമ്മൾ നോർമലി ജീവിച്ചു പോകാൻ തന്നെ എന്ത് പാടാ. അതാണ് വാസ്തവം. വെറുതെ ജീവിച്ചു പോകാൻ തന്നെ പാട്. പിന്നെ അതിലും വലിയ പാടൊന്നും ഇതൊന്നും എടുത്താൽ ഉണ്ടാവുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. ഒന്നും ഉണ്ടാകില്ല. വീണ ഈ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ, ഇത് പറഞ്ഞ പോലെ വലിയ സബ്ജക്റ്റാണ് അല്ലേ, മെഡിക്കൽ ഫീൽഡിൽ സബ്ജക്റ്റ് വലുതാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം വീണയ്ക്ക് തോന്നിയത് എന്തായിരിക്കും? ഇത് ഞാനും കൂടെ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാവും സമൂഹത്തിൽ നമുക്ക് കൊടുക്കുന്നൊരു മെസ്സേജിൻ്റെ ഭാഗമാകാൻ കഴിയുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് പലർക്കും ഒരു അവയർനെസ് ആയിരിക്കും.